ഇനി നമ്മൾ പറയാൻ പോണത് എന്താണ് ഒരു പ്രോബ്ലം? എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും? എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്? എന്തൊക്കെ അപ്രോച്ചസുകളുണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ. പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. അവിടെ നമുക്ക് നമ്മൾ വിചാരിച്ചൊരു സംഭവം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ അതും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒരു പ്രോബ്ലം എന്ന് വിളിക്കാൻ പറ്റും അല്ലേ? ആ ഒരു ഗ്യാപ്പിന് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ പ്രോബ്ലം. സോ ആ പ്രോബ്ലം വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ കോംപ്ലക്സ് പ്രോബ്ലം ആയിരിക്കും. നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് നമ്മൾ അതിനുണ്ടാക്കും. ഇപ്പോൾ എന്ത് കാര്യങ്ങളാണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാം വരുന്നു. സോ എക്സാം പെട്ടെന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഈസി ആയിട്ട് പോയാൽ സംടൈംസ് നമുക്ക് നമ്മുടെ ആസ് പെർ പ്ലാൻ പോവാതുമാണ് നമ്മൾ പറയുക, അത് ഭയങ്കര പ്രോബ്ലം ആയി പോയി അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ലൈഫിൽ നമുക്ക് അങ്ങനെ പ്രോബ്ലം ഇറ്റ്സ് ലൈക്ക് എൻ ഒബ്സ്റ്റക്കിൾ ദാറ്റ് നീഡ്സ് ടു ബി ഓവർകം ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നിൽ വരുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും വി ക്യാൻ കോൾ ഇറ്റ് എ പ്രോബ്ലം. ഓക്കെ. പല സ്റ്റെപ്സുകളുണ്ട് നമുക്ക്. മെയിനായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. വാട്ട് ഈസ് എ പ്രോബ്ലം, എന്താണ് സംഭവം, അത് എന്ത് നാച്ചുറൽ ഉള്ളതാണ്, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ എന്താ നമുക്ക് അതിലറിയേണ്ടത്, അനലൈസ് ചെയ്യണം. എന്തുകൊണ്ട് അത് ഒരു പ്രോബ്ലമായി മാറി, വാട്ട് വാസ് എ റൂട്ട് കോസ് ഫോർ ദാറ്റ് എന്നുള്ളത് അറിയണം. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും, അതൊക്കെ മനസ്സിലായ ശേഷം, അതായത് ഇതാണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലായ ശേഷം നമ്മൾ അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ടാക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ചിട്ട് നല്ല എന്താ പറയുക പഠിക്കണ അല്ലെങ്കിൽ മാർക്ക് വാങ്ങിക്കുന്ന പിള്ളേരുണ്ടാവും, ഇടയിൽ ഒരു ആവറേജ് പിള്ളേരുണ്ടാവും, ഒരു തേർഡ് കാറ്റഗറി ചിലപ്പോൾ ഫെയിൽ ആവുന്ന ഒരു പിള്ളേരുണ്ടാവും. സോ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതായിരിക്കും എന്തായിരിക്കും, ഫെയിൽ ആവുന്ന ആൾക്കാരായിരിക്കും. കാരണം നമുക്ക് എല്ലാവരുടെയും ഉദ്ദേശം എന്താണ്, പാസ്സാക്കുക എന്നുള്ളതാണ്. സോ നമ്മളവിടെ അന്വേഷിക്കുക, നമ്മൾ എന്താ നോക്കുക, എന്തുകൊണ്ട് ഫെയിലായി. സോ വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദാറ്റ്, പഠിക്കാൻ പറ്റിയിട്ടില്ലേ, അല്ലെങ്കിൽ മനസ്സിലാവാതെയാണോ, എഴുതാൻ പറ്റാത്തതാണോ, ആ രീതികൾ കണ്ടുപിടിച്ച ശേഷം അതിനൊരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കും. ആ പോസിബിൾ സൊല്യൂഷൻസിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ആവേണ്ടതാണല്ലോ. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ, അതായത് അതിലുള്ള 3-4 സൊല്യൂഷൻസിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് കേസിനെയാണ് നമ്മൾ ആദ്യം പോയി അപ്രോച്ച് ചെയ്യുന്നതും അത് നമ്മൾ ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും. മേ ബി അതിൽ നിന്ന് ഒരു നല്ല റിസൾട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായി അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ. ബെസ്റ്റ് സൊല്യൂഷൻ കൺസിഡർ ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും, അത് മോണിറ്റർ ചെയ്ത് നോക്കും, റിവ്യൂ ചെയ്ത് നോക്കും, അത് കറക്റ്റ് ആയോ ഇല്ലയോ. അപ്പോൾ എന്തുണ്ടെങ്കിലും അങ്ങനെയാണ്, നമ്മൾ ആദ്യം പ്രോബ്ലം എന്താ മനസ്സിലാക്കുക, അതിനെ അനലൈസ് ചെയ്യുക, അതിനെ ഡിഫറെൻറ്റ് സിനാരിയോസുകൾ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക, ആ ബെസ്റ്റ് സൊല്യൂഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, പിന്നെ അതിനെ റിവ്യൂ ചെയ്യുക, കറക്റ്റായോ കറക്റ്റ് ആയില്ലേ, കറക്റ്റ്. അപ്പോൾ തെറ്റിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ അവിടെ എന്തോ ചെറിയ പ്രശ്നം വന്ന് നമ്മൾ എഗെയിൻ വി ഷുഡ് സെൽഫ് അനലൈസ് അല്ലെ, അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് ഏത് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഫാമിലി ട്രിപ്പ്, ഒരു എക്സാമ്പിളായിട്ട് പറയാം, റിയൽ ലൈഫായിട്ടൊരു ഫാമിലി റോഡ് ട്രിപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്താണ് ഗോള്. ഒരു സക്സസ്ഫുൾ റോഡ് ട്രിപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിംഗ് ഉണ്ടാവണം, എവിടെ സ്റ്റേ ചെയ്യേണ്ടത് അറിയില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. എങ്ങനെ കൊടുക്കാം, കുട്ടികളുടെ കൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെ അക്കോമഡേഷൻസ് കൊടുക്കണം, അവരെ എൻ്റർടൈൻ ചെയ്ത് നിൽക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിങ്ങനെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യും, എങ്ങനെയാണ് എങ്ങനത്തെ ഡെസ്റ്റിനേഷൻസുകൾ വേണം ഒരു ട്രിപ്പ് പോകണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പോകുന്നത്, ത്രൂ ട്രെയിനാണോ ബസ്സാണോ കാറാണോ, ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ഉണ്ടാവുക എന്നുള്ള കാര്യം. അതിൽ നമ്മൾ ജനറേറ്റ് ചെയ്യും എന്ത് പോസിബിൾ സൊല്യൂഷൻസുകൾ അല്ലേ. അതായത് ഇതിലൂടെ പോകാം, ഗൈഡിനെ വെക്കാം, ട്രാവൽ പ്ലാനിങ് ആപ്സ് യൂസ് ചെയ്യാം, ഫ്രണ്ട്സിനോട് റെക്കമെൻഡേഷൻസ് ചോദിക്കാം, യൂട്യൂബ് ചാനൽസ് നോക്കി നമ്മൾ റിവ്യൂ എടുക്കാം, ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം, ചെക്ക് ലിസ്റ്റ് നോക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ടാകും. അതിന് ഏറ്റവും ബെസ്റ്റ് സിനാരിയോ നമുക്ക് മാച്ച് ചെയ്യുന്ന, നമ്മുടെ കണ്ടീഷൻസ് മാച്ച് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. ആൻഡ് ആൾസോ അറ്റ് ദ എൻഡ് വി ഷുഡ് ഓൾവേസ് മോണിറ്റർ, നമുക്ക് തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് കണ്ടുപിടിക്കണം. അതാണ്, അങ്ങനെയാണ് ഒരു പ്രോബ്ലം, എന്താ പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാക്കേണ്ട സ്റ്റെപ്സും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു.